إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സാമീപ്യമുണ്ടാക്കുക എന്നത് ഏതൊരു മുഅ്മിനിന്റെയും ജീവിതത്തിലെ അഭിലാഷമാണ്. അള്ളാഹുവിനോട് നല്ല ബന്ധമുണ്ടാകണമെന്നും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ നമുക്കേവർക്കും സന്തോഷിക്കാനാവണമെന്നും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മെ വിചാരണക്കെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും നല്ല നിലയിൽ അതിനുത്തരം പറയണമെന്നും അള്ളാഹുവിന്റെ നല്ലവരായ അടിയാറുകൾക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്നും ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് സാമീപ്യമുണ്ടാക്കാനും അവനുമായി അടുക്കാനും നമുക്ക് ധാരാളം ഇബാദത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ആരാധനകൾ, വിഭിന്നമായ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കി തന്നു. ഒരേ ഒരു ഇബാദത്ത് മാത്രമാണ് നമുക്ക് അല്ലാഹു പഠിപ്പിച്ചത് എങ്കിൽ ഒരുപക്ഷെ മനുഷ്യരിൽ ചിലർക്കെങ്കിലും അത് സ്ഥിരമായി ചെയ്യുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നിയേക്കാം, അതിനോട് വിരസത തോന്നിയേക്കാം. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങളിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇബാദത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നാം നോക്കിയാൽ നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഇബാദത്തുകളിൽ തന്നെ ചില ഇബാദത്തുകൾക്ക് വ്യത്യസ്തമായ രൂപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. നമസ്കാരത്തിലേക്ക് നിങ്ങൾ നോക്കൂ. നിസ്കാരത്തിന്റെ എല്ലാ ദിവസവും 5 വക്ത് നാം നിർവഹിക്കുന്ന ഈ മഹത്തായ ഇബാദത്ത്, ദീനിന്റെ അടിസ്ഥാനം എന്ന് ശരീഅത്ത് വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കർമ്മം, അതിലുള്ള അദ്കാറുകൾ, വ്യത്യസ്തമായ അദ്കാറുകൾ നമുക്ക് പറഞ്ഞു തന്നു. ഓരോരോ നിസ്കാരങ്ങൾക്കും മാറ്റി മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകി. ഇങ്ങനെ വിഭിന്നമായ ഇബാദത്തുകൾ അല്ലാഹു നമുക്ക് നൽകിയതിന്റെ ഉദ്ദേശം അള്ളാഹുവിനോട് സാമീപ്യമുണ്ടാക്കാൻ അത് മനുഷ്യരെ സഹായിക്കുന്നു എന്നതുകൂടിയാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ നമ്മുടെ റബ്ബുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ, അള്ളാഹുവിനോട് അടുക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറെ മഹത്വമുള്ള ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. നമുക്കേവർക്കും അറിയാം, നോമ്പിന്റെ ദീനിൽ വലിയ സ്ഥാനമുണ്ട്. 2 തരത്തിലുള്ള നോമ്പുകളാണ് ഇസ്ലാം നമുക്ക് പ്രധാനമായും പറഞ്ഞു തരുന്നത്. ഒന്ന് വാജിബായ നോമ്പുകൾ, മറ്റൊന്ന് സുന്നത്തായ നോമ്പുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിനെ കുറിച്ച് പറയുന്നു, അസ്സിയാമു ജുന്നത്തുൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അസ്സിയാമു ജുന്ന, നോമ്പെന്ന് പറയുന്നത് അത് കവചമാണ്. ഇഹലോക ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന, പരലോക ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്കെടുക്കുമ്പോൾ നമ്മുടെ തിന്മകളിൽ നരകത്തിലെ അതികഠിനമായ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നോമ്പ് കാരണത്താൽ സംരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ധാരാളമായ സുന്നത്ത് നോമ്പുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച നോമ്പ് പോലെ, വ്യാഴാഴ്ചത്തെ നോമ്പ് പോലെ, എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ് പോലെ, അതിനു പുറമെ എല്ലാ മാസങ്ങളിലും 3 സുന്നത്തായ നോമ്പ് പോലെ, ഇങ്ങനെ ധാരാളം നോമ്പുകൾ ദീനുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നു. അത്തരത്തിൽ മുസ്ലിം ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഏറെ പുണ്യമുള്ള നോമ്പാണ് മുഹറം മാസത്തിലെ നോമ്പ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മുഹറം മാസത്തിന് അല്ലാഹുവിങ്കൽ പ്രത്യേകതയുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന പവിത്രതയെക്കുറിച്ച്. എല്ലാ മാസങ്ങളും നമ്മിൽ പലർക്കും ഒരേപോലെയാണ്.
ഓരോരോ മാസം കഴിയുമ്പോൾ, അടുത്ത മാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ റമളാനിനൊഴികെ മറ്റൊരു മാസത്തിനും പല ആളുകളും പവിത്രത കാണാറില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറയുന്നതായി കാണാം, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറാ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് 12 മാസങ്ങളാണ്. ശേഷം അല്ലാഹു പറയുന്നു, മിൻഹ, ആ 12 മാസങ്ങളിൽ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രതയുള്ള മാസങ്ങളാണ്. സാധാരണ മാസങ്ങൾ പോലെയല്ല. സാധാരണ മാസങ്ങളെ നോക്കിക്കാണുന്നത് പോലെ നിങ്ങൾ ആ മാസത്തെ നോക്കിക്കാണാൻ പാടില്ല. സഫറിനെയും റബീഉൽ അവ്വലിനെയും നിങ്ങൾ നോക്കിക്കാണുന്നത് പോലെ ഈ 4 മാസങ്ങളെ നിങ്ങൾ നോക്കിക്കാണാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ഈ മാസങ്ങൾ പ്രിയപ്പെട്ടവരെ, അതിൽപ്പെട്ട ഒരു മാസമാണ് നാം നിലകൊള്ളുന്ന മുഹറം മാസം എന്നുള്ളത്. എന്താണ് ഈ മാസത്തിനുള്ള പ്രത്യേകത? എന്താണ് ഒരു വിശ്വാസി എന്ന നിലയിൽ, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന മുസ്ലിം മുഅ്മിൻ എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും ബാധ്യത? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഇത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അതിക്രമം കാണിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളോട് അതിക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല, നന്മകളെ ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഈ മാസങ്ങളിൽ ചെയ്യുന്നത് നിങ്ങൾ കൂടുതൽ ഗൗരവത്തോടുകൂടി കാണണം. എല്ലാ മാസങ്ങളിലും അല്ലാഹുവിനെ ധിക്കരിക്കുന്നത് ഏറെ ഗൗരവം തന്നെയാണ്. പക്ഷേ ഈ മാസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, 4 മാസങ്ങളിൽ അതിൽപ്പെട്ട ഒരു മാസമായ നാം നിലകൊള്ളുന്ന മുഹറം മാസത്തിൽ ഒരു പാപം ചെയ്യുക എന്ന് പറയുന്നത് അല്ലാഹുവിങ്കിൽ ഏറെ ഗൗരവമുള്ള കാര്യമാണ്. ഇമാം ഖതാദ ഇബ്നു ദിഅാമത്ത് അസ്സദൂസി റഹിമഹുല്ലാഹ്, അനസ് ഇബ്നു മാലിക്കിന്റെ വിദ്യാർത്ഥി, അദ്ദേഹം പറയുന്നു, അൽ അമലു സ്സാലിഹ് അഅ്ളമു അജ്റൻ ഫീഹിൻ. ഈ മാസങ്ങളിൽ നന്മകൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അല്ലാഹുവിങ്കിൽ കൂടുതൽ പ്രതിഫലം നമുക്ക് നൽകുന്നതാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഈ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം എത്ര പേർ ഈ മാസത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിച്ചവരുണ്ട്. അതല്ല, ബാക്കിയുള്ള മാസങ്ങളെ പോലെയാണ് ഈ മാസങ്ങളും നാം നോക്കിക്കാണുന്നതെങ്കിൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ ഈ മാസത്തിന്റെ പവിത്രത നമുക്ക് പറഞ്ഞു തന്നിട്ടും അതിനെ പുറങ്കാലുകൊണ്ട് തള്ളി നാം ഒഴിവാക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ വാഹകരാണെന്ന് പറയുന്നവരെ, ഈ ഖുർആനിനോട് എന്ത് പ്രതിബദ്ധതയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്? ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നു, വൽദുൽമു ഫീഹിൻ അഅ്ളമു ഫീമാ സിവാഹുൻ. ഈ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്ന് പറയുന്നത് അല്ലാഹുവിങ്കൽ കൂടുതൽ ഗുരുതരമായ കാര്യമാണ്. നീ മറ്റേത് മാസത്തിൽ കളവ് പറയുന്നത് അല്ലാഹുവിങ്കൽ വെറുക്കപ്പെട്ടതാണെങ്കിലും ഈ മാസത്തിൽ നീ കളവ് പറയുക എന്നത് കൂടുതൽ ഗൗരവമുള്ളതാണ്. നിന്റെ കച്ചവടത്തിൽ നീ മറ്റുള്ളവരെ മോശമായി പറ്റിക്കുന്നുവെങ്കിൽ, മറ്റുള്ളവരോട് വഞ്ചന കാണിക്കുന്നുവെങ്കിൽ, അതേത് മാസത്തിലും വിലക്കപ്പെട്ടതാണെങ്കിലും മുഹറം മാസത്തിൽ നീ ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം കഠിനമാണ് എന്ന് ഖതാദ റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ പണ്ഡിതൻ, നമുക്ക് വിവരിച്ചു നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസങ്ങളെ, അള്ളാഹു പവിത്രത നൽകിയിരിക്കുന്ന ഈ മാസങ്ങളെ സാധാ മാസങ്ങളെ പോലെ നാം തള്ളി നീക്കാൻ പാടില്ല. അങ്ങനെ നാം തള്ളി നീക്കുന്നുവെങ്കിൽ നാം ചെയ്യുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനത്തിനെതിരായ പ്രവർത്തനമാണ്. അള്ളാഹു പറയുന്നു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അതിക്രമം കാണിക്കാൻ പാടില്ല, നന്മകൾ ഉപേക്ഷിക്കാൻ പാടില്ല, തിന്മകൾ വർദ്ധിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് അതീവ ഗുരുതരമാണ് അല്ലാഹുവിങ്കൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മുഹറം മാസം, ഈ മാസത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹുവിങ്കൽ റമളാനിന് ശേഷം ഏറ്റവും മഹത്വമുള്ള മാസം എന്നുള്ളത് പരിശുദ്ധമായ അല്ലെങ്കിൽ പവിത്രമായ മുഹറം മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു.
ഈ മാസത്തിലെ നോമ്പ് അത് അല്ലാഹുവിങ്കിൽ കൂടുതൽ പുണ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ, നല്ല നല്ല കർമ്മങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മഹത്തായ ഈ സൽക്കർമ്മം സുന്നത്ത് നോമ്പുകൾ നാം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആശൂറയുടെ നോമ്പ്, അഥവാ മുഹറം 10 നാം അനുഷ്ഠിക്കുന്ന നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സിയാമു യൗമി ആശൂറ യുകഫിറു സനതൽ മാളിയ. ആശൂറയുടെ നോമ്പ്, മുഹറം 10 നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെ മായ്ച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുന്നത്തായ നോമ്പിന്റെ കാര്യത്തിൽ നാം അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഈ സുന്നത്തായ നോമ്പിന്റെ കാര്യത്തിൽ ഒരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വീഴ്ച വരുത്താതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും മഹത്വമുള്ള നോമ്പ് ഈ മാസത്തിലെ നോമ്പാണ് എന്ന് നാം അറിഞ്ഞിട്ടും ഈ നോമ്പിൽ നാം വീഴ്ച വരുത്തുന്നുവെങ്കിൽ നാം ചിന്തിക്കുക, നമ്മുടെ പ്രവാചകനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് സ്നേഹമാണ് നമുക്ക് വാദിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, മുഹറം നോമ്പിന്റെ ചരിത്രങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ, മുഹറം നോമ്പിന് അത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് നമുക്ക് ഇന്ന് കാണുന്ന രൂപത്തിൽ അള്ളാഹു നിയമമാക്കിയിരിക്കുന്നത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നതായി കാണാം, 4 ഘട്ടങ്ങളാണ് മുഹറം നോമ്പ് കടന്നുപോയിരിക്കുന്നത്. ഇത് നാം മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഇബാദത്തുകളുടെ ചരിത്രങ്ങൾ കുറച്ചെങ്കിലും നാം അറിയേണ്ടേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇന്ന് കാണുന്ന രൂപത്തിൽ മുഹറം മാസത്തിലെ നോമ്പ് നിശ്ചയിച്ചു തന്നത് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് മക്കയിലായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ജാഹിലിയ കാലഘട്ടം, മക്കയിലെ ഖുറൈശികളുടെ കൂടെ അന്ന് മക്കയിലെ ഖുറൈശികൾ ആശൂറയുടെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ നോമ്പ് അനുഷ്ഠിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, കാന യൗമു ആശൂറ തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ കാഫിരീങ്ങൾ, ഖുറൈശികൾ ആശൂറയുടെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. വകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. അവർക്ക് എവിടെ നിന്നാണ് ഈ നോമ്പ് ലഭിച്ചത്? മക്കയിലെ കാഫിരീങ്ങൾക്ക്, ബഹുദൈവാരാധകർക്ക് എവിടെ നിന്നാണ് ഈ നോമ്പ് ലഭിച്ചത്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ നിന്ന് അവർക്ക് ബാക്കിയായ അധ്യാപനങ്ങളിൽപ്പെട്ടതായിരുന്നു ആശൂറയുടെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചു പോന്നു. അതിനുശേഷം പ്രവാചകന് കൽപ്പന ലഭിക്കുന്നു മദീനയിലേക്ക് ഹിജ്റ ചെന്നു പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നു. രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ്. മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന കാഴ്ച, മദീനയിലുള്ള ജൂതന്മാരും ആശൂറയുടെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. പ്രവാചകൻ മദീനയിലേക്ക് കടന്നു വന്നു. ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ. ആശൂറയുടെ ദിനത്തിൽ യഹൂദികൾ, ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നത് പ്രവാചകൻ കണ്ടു. ഫഖാല, പ്രവാചകൻ ചോദിച്ചു, മാ ഹാദ, നിങ്ങൾ എന്തിനാണ് നോമ്പനുഷ്ഠിക്കുന്നത്? അവർ പറഞ്ഞു, ഹാദ യൗമുൻ സാലിഹ്, ഇത് നല്ല ഒരു ദിവസമാണ്. യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനു ഇസ്രായേലിനെ അവരുടെ ശത്രുവായ ഫിർഔനിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ച ദിവസമാണ്. ഫസാമഹു മൂസ, അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചു. അതുകൊണ്ടാണ് നാം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ജൂതന്മാർ മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ബന്ധമുള്ളവർ ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും നോമ്പനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിക്കാൻ മറ്റുള്ളവരോട് നിർബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു. മക്ക ജീവിതത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശൂറയുടെ നോമ്പ് നിർബന്ധമായിരുന്നില്ല. മദീനയിലേക്ക് ഹിജ്റ കഴിഞ്ഞു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാൻ നിർബന്ധമായി പറഞ്ഞു. അന്ന് മുതലാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ വർഷം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശൂറയുടെ നോമ്പ് നിർബന്ധമായ നോമ്പായിരുന്നു. എല്ലാവരും അനുഷ്ഠിക്കണമെന്ന കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, റുബയ്യ ബിൻത് മുഅവ്വിദ്
റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്നാ നുസവ്വിമു സിബ്യാനനാ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ വരെ ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ നാം പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജറ രണ്ടാമത്തെ വർഷത്തിൽ മുസ്ലിം ഉമ്മത്തിന് റമദാനിന്റെ നോമ്പ് നിർബന്ധമാക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മാ നസല റമദാൻ കാന റമദാനുൽ ഫരീള, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ നിർബന്ധമാക്കിയപ്പോൾ റമദാൻ യഥാർത്ഥ നോമ്പായി അല്ലെങ്കിൽ വാജിബായ നോമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വതുരിക ആശൂറ, ആശൂറ ഫർളാണ് എന്ന അധ്യാപനം ഇസ്ലാം നീക്കം ചെയ്തു. ഫകാന മൻ ശാഅ സാമ വമൻ ശാഅ ലം യസും, നോമ്പനുഷ്ഠിക്കുന്നവർക്ക് നോമ്പനുഷ്ഠിക്കാം, ഉപേക്ഷിക്കുന്നവർക്ക് അത് ഉപേക്ഷിക്കാം, അഥവാ വാജിബല്ല എന്ന അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. ആദ്യ കാലഘട്ടത്തിൽ സുന്നത്തായ നോമ്പായിരുന്നു. ഹിജറ കഴിഞ്ഞു വന്നപ്പോൾ ആ നോമ്പ് വാജിബായി തീർന്നു. റമദാനിലെ നോമ്പ് വാജിബായതോടുകൂടി മുസ്ലിമീങ്ങൾക്ക് ഈ നോമ്പ് സുന്നത്തായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങളോളം ഒരു നോമ്പാണ് അനുഷ്ഠിച്ചിരുന്നത്. അവിടുത്തെ ജീവിതത്തിന്റെ അവസാന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ കാനൽ ആമുൽ മുഖ്ബിൽ, ഇനി വരുന്ന വർഷമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സുന്നൽ യൗമ താസിഅ, 10ന്റെ കൂടെ 9ാമത്തെ നോമ്പും നാം അനുഷ്ഠിക്കും, 9ാമത്തെ ദിവസത്തെ നോമ്പ് നാം അനുഷ്ഠിക്കും. ഫലം യഅതിൽ ആമൽ മുഖ്ബിൽ, ഫലം യഅതിൽ ആമുൽ മുഖ്ബിൽ, അതിനുശേഷമുള്ള വർഷം വന്നപ്പോഴേക്ക് ഹത്താ തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിരുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9ാമത്തെ ദിവസത്തെ നോമ്പ് നമുക്ക് നിയമമാക്കി തന്നത്? അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേട്ട മഹാനായ ആ സഹാബി പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാവുക, വസൂമു താസിഅ വൽ ആശിർ, നിങ്ങൾ മുഹറം 9ഉം 10ഉം നോമ്പനുഷ്ഠിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം തഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹ് മആനിൽ ആസാറിൽ ഉദ്ധരിക്കുന്ന അസറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ 4 ഘട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശൂറയുടെ നോമ്പിൽ കടന്നുപോയിട്ടുള്ളത്. ജൂതന്മാർ ഒരു ദിവസം മാത്രം നോമ്പനുഷ്ഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരോട് നമുക്കെതിരാകണം, അതുകൊണ്ട് നിങ്ങൾ മുഹറം 9ന് നോമ്പനുഷ്ഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ, മദീന ജീവിതത്തിലടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാർ ചെയ്യുന്നത് പോലെ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പിന്നീട് ജൂതന്മാരോടും നസാറാക്കളോടും അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുചേരാൻ പാടില്ല, അവർക്ക് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ ആരാധനകളും നമ്മുടെ കർമ്മങ്ങളും നാം ചെയ്യണമെന്ന് അള്ളാഹു നിയമമാക്കിയപ്പോൾ അവിടുത്തെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ നമുക്ക് പറഞ്ഞു തരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9ാമത്തെ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 4 ഘട്ടങ്ങളാണ് ആശൂറയിന്റെയും താസുഅയിന്റെയും നോമ്പിൽ നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നോമ്പ് എങ്ങനെയാണ് നാം അനുഷ്ഠിക്കേണ്ടത്? ഈ നോമ്പ് മുഹറം 9നും 10നുമാണ് നമുക്ക് നിശ്ചയിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. ഈ നോമ്പിന് പൊതുവിൽ ചില ആളുകളൊക്കെ, ചില പണ്ഡിതന്മാർ, ഹാഫിദ് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിലും ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിലൊക്കെ 3 ഘട്ടങ്ങൾ പറയുന്നതായി കാണാം. ചില ആളുകൾ അവരുടെ എഴുത്തുകളിലും മറ്റും പ്രചരിപ്പിക്കുന്നതായി കാണാറുണ്ട്. മുഹറം നോമ്പിന് 3 ഘട്ടങ്ങളാണ്. ഒന്നുകിൽ 9ാമത്തെ ദിവസവും 10ാമത്തെ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുക എന്നത്. രണ്ടാമത്തേത് 10ാമത്തെ ദിവസത്തെ നോമ്പ് മാത്രം അനുഷ്ഠിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ 9, 10, 11 ഈ 3 ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. ഇതിൽ 10ാമത്തെ ദിവസം മാത്രം നോമ്പനുഷ്ഠിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ്. 9ഉം 10ഉം നോമ്പനുഷ്ഠിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിലൂടെയും സഹാബത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയും സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ മുഹറം 9ഉം 10ഉം 11ഉം 3 ദിവസങ്ങൾ, ആ ദിവസം അങ്ങനെ നോമ്പ് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഏതെങ്കിലും ഹദീസുകളിൽ
സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. താബിഈങ്ങളുടെ ആധാറുകളിലോ സഹാബത്തിന്റെ ആധാറുകളിലോ അത്തരത്തിലൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹറത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വ്യക്തമായ ഒരു തെളിവില്ലാത്ത കാര്യമാണ്. ഒരൊറ്റ സാഹചര്യത്തിലൊഴികെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മാസപ്പിറവി കാണുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായെങ്കിൽ സൂക്ഷ്മതയുടെ പേരിൽ ഒരു വ്യക്തി ഈ 3 ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് ചില പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ താബിഈങ്ങളായ ഉലമാക്കൾ ഈ വിഷയത്തിൽ ഫത്വ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന്റെ വിഷയത്തിൽ നാം അലസത കാണിക്കാൻ പാടില്ല. മുഹറം 9 ഉം 10 ഉം നിർബന്ധമായും നോമ്പനുഷ്ഠിക്കാൻ നാം ശ്രമിക്കുക. നമ്മുടെ നാട്ടിലെ മാസപ്പിറവി അനുസരിച്ച് ഈ വരുന്ന ദിവസങ്ങളിലാണ് മുഹറം 9 ഉം 10 ഉം. അതുകൊണ്ട് ഈ 2 ദിവസത്തിൽ നിർബന്ധമായും നോമ്പനുഷ്ഠിക്കാൻ നാം ശ്രമിക്കുക. നമ്മുടെ മുൻഗാമികൾ ഈ നോമ്പ് അവരുടെ യാത്രാവേളയിൽ പോലും ഒഴിവാക്കാറില്ലായിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയുന്നതായി നമുക്ക് കാണാം. ഒരിക്കൽ അബൂ ജബല റഹിമഹുല്ല ഇമാം സുഹരിയുടെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇമാം സുഹരി റഹിമഹുല്ല യാത്രാവേളയിൽ വരെ ആശുറാഇന്റെ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ അബൂ ജബല റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ റമദാനിന്റെ നോമ്പ് യാത്രയിൽ ഒഴിവാക്കാറുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ആശുറാഇന്റെ നോമ്പ് ഒഴിവാക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, റമദാനിലെ നോമ്പ് ഖളാ വീട്ടാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്, എന്നാൽ ആശുറാഇന്റെ നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് വലിയ നഷ്ടമാണ് എന്ന് ഇമാം സുഹരി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മുഹറം മാസത്തിന്റെ ആശുറാ നോമ്പുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ചില ഫിഖ്ഹിയായ അഹ്കാമുകൾ. പ്രിയപ്പെട്ടവരെ, മുഹറത്തിന്റെ സംഭവത്തിൽ ആശുറാഇന്റെ ചരിത്രത്തിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അതിലൊന്നാമത്തേത് അവിശ്വാസികളോട് ജൂതനസാറാക്കളോടും മറ്റും അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കുചേരുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങളോളം മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നു. ജീവിതത്തിന്റെ അവസാന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജൂതന്മാർ ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കെതിരായിക്കൊണ്ട് മുഹറം 9 ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസിന്റെ അധ്യാപനത്തിൽ വന്നതുപോലെ ജൂതന്മാരോട് അവരുടെ ആരാധനകളിൽ നിങ്ങൾ എതിരാവുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം സമൂഹം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സംസ്കാരങ്ങളും അവരുടെ അധ്യാപനങ്ങളും ജീവിതത്തിലേറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന വേഷവിധാനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന സംസ്കാരങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാം, അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെടുകയാണെങ്കിൽ അവൻ അവരിൽ പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമൂഹമേ, കാഫിരീങ്ങളോട് അവരുടെ ആരാധനകളിൽ അവരുടെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കുചേരുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അഖീദയെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി വിലക്കിയ കാര്യമാണ്. അവരോട് നമുക്ക് കച്ചവടമിടപാടുകൾ നടത്താം, ക്രയവിക്രയങ്ങൾ നടത്താം, അവരോട് കൊടുക്കൽ വാങ്ങലുകൾ നടത്താം, പക്ഷെ അവരുടെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ശക്തമായി വിലക്കിയതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ അലസത കാണിക്കുന്നവർ മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോൾ, ചെറിയ പെരുന്നാൾ വരുമ്പോൾ, വലിയ പെരുന്നാൾ വരുമ്പോൾ മുസ്ലിം ഉമ്മത്ത് പല സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ആഘോഷങ്ങൾ ഒഴിവാക്കുകയും അവിശ്വാസികളുടെ ആഘോഷങ്ങളിൽ എല്ലാവിധ സഹകരണങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നവർ ഏത് മതത്തെയാണ് പിൻപറ്റുന്നത്? ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണ് പ്രിയപ്പെട്ടവരെ അവർ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ടറിയുക, അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്തുന്നില്ല എങ്കിൽ, അവന്റെ ദീനിനെ നാം ഉയർത്തി കാണിക്കുന്നില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടേണ്ട ദിവസത്തിൽ നമുക്ക് ഖേദിക്കേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാവരോടും കച്ചവടമിടപാടുകൾ നടത്താം, ക്രയവിക്രയങ്ങൾ നടത്താം, കൊടുക്കൽ വാങ്ങലുകൾ നടത്താം. അവർ നമ്മുടെ അയൽവാസികളാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഹദിയകൾ നൽകാം, അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ നൽകാം, ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാം. പക്ഷേ മതപരമായ ആഘോഷങ്ങളിൽ, മതപരമായ അനുഷ്ഠാനങ്ങളിൽ അവരോട് എതിരാവുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ അഖീദയുടെ ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം,
ആശൂറയുടെ ദിനത്തിൽ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, ആശൂറയുടെ നോമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി വലിയ ബന്ധമുള്ളതാണ്. നിങ്ങൾ കേട്ടുവല്ലോ, ജൂതന്മാർ പറഞ്ഞ മറുപടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സംരക്ഷിച്ച ദിവസമാണെന്ന്, അതുകൊണ്ട് തന്നെയാണ് നാം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ജൂതന്മാർ പറഞ്ഞു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ സൂറത്തുൽ ഖസസിൽ ഒന്ന് വായിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കണം. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധ ഗ്രന്ഥത്തിൽ, ഈ ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയപ്പെട്ടതുപോലെ മറ്റൊരു പ്രവാചകന്റെയും ചരിത്രം വിശദീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും മുസ്ലിം ഉമ്മത്തിന് മൂസാ നബിയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് എഴുന്നേറ്റ് പറയണമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കാത്ത മുസ്ലിമീങ്ങളല്ലേ നമ്മളിൽ പല ആളുകളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടിലെത്തിയതിനു ശേഷം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതിലൊക്കെ പ്രകടമായി നിൽക്കുന്ന ഒരു ആശയമുണ്ട്, ദുആയാണ് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധം എന്നുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കുക. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വം നൽകുന്നു. ഫിർഔനിന്റെ അരികിൽ പോയിക്കൊണ്ട് ദഅവത്ത് ആരംഭിക്കണമെന്ന് പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പന ലഭിച്ചയുടൻ, ഈ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞയുടൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാൽ ഇതാ ഞാൻ പുറപ്പെട്ടേക്കാം എന്ന് പറയുകയല്ല ചെയ്തത്, മറിച്ച് റബ്ബിനോട് ദുആ ചെയ്യുന്നു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണം, എന്റെ ഹൃദയത്തിന് വിശാലത നൽകണം, എന്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ നാവിനുള്ള സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് റബ്ബേ നീ മാറ്റി നൽകണം. യഫ്ഖഹു ഖൗലി, എന്റെ സംസാരങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി, എനിക്ക് സഹായിയായി എന്റെ സഹോദരൻ ഹാറൂനിനെ നീ നബിയാക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദഅവത്തിന് വേണ്ടി മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അതായിരുന്നു. ഇത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ആശയം എന്താണ്? ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്ക് വിളിക്കാൻ, നമുക്ക് പറയാൻ ഏകനായ റഹ്മാനായ റബ്ബുണ്ട്. അവനിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയരണം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരങ്ങൾ ഉയർന്നതുപോലെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ദഅവത്തുമായി മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പട്ടണത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ 2 ആളുകൾ പരസ്പരം കലഹിക്കുന്നത് കാണുന്നു. ഒന്ന് ഫിർഔനിന്റെ കൂടെയുള്ളയാളും മറ്റൊന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വംശത്തിൽപ്പെട്ടവരും. അവർ രണ്ടുപേരും കലഹിക്കുന്നത് കണ്ടപ്പോൾ ഫിർഔനിന്റെ കൂടെയുള്ളവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗോത്രത്തിൽപ്പെട്ടവരെ ദ്രോഹിക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് വിലക്കി. ആക്രമിക്കുന്നവനെ മൂസാ അലൈഹിസ്സലാം തടഞ്ഞപ്പോൾ അത് കാരണത്താൽ അവൻ മരണപ്പെടുകയുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഒരു പിഴവ് സംഭവിച്ചുപോയി. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ പറയുന്നു, ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി. അല്ലാഹുവേ, എന്നിൽ നിന്നൊരു പിഴവ് സംഭവിച്ചു, എനിക്കൊരു തെറ്റ് സംഭവിച്ചു പോയി, അതുകൊണ്ട് നീ എനിക്ക് മാഫാക്കി നൽകണമെന്ന് സൂറത്തുൽ ഖസസിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള വലിയ പാഠമാണ്. നമ്മിൽ നിന്ന് എത്രയെത്ര തെറ്റുകൾ സംഭവിക്കുന്നു, എത്രയെത്ര പാപങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു പ്രശ്നവുമില്ലാത്തതുപോലെയാണ് നാം പലരും ജീവിക്കുന്നത്. ധാരാളം തിന്മകൾ ജീവിതത്തിൽ പ്രവർത്തിച്ചും കാണിച്ചും ചെയ്തും ജീവിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകത പലപ്പോഴും നാം മറന്നു പോവുകയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ജനങ്ങളെ, നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഈ ദുനിയാവിന്റെ സുഖങ്ങൾ എത്ര തന്നെ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകേണ്ട ആ ദിവസം നിങ്ങൾ ഭയപ്പെടുക എന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നാം മറന്നുപോകുന്നത്. എന്ത് തന്നെ സൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും, എന്ത് തന്നെ ദുനിയാവിന്റെ സുഖങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമ്മുടെ കൂടെയുള്ള ആളുകളെ നാം കാണുന്നു. ഓരോ ദിവസം ചെറിയ പ്രായത്തിലുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ, മരണപ്പെട്ടു പോകുമ്പോൾ, അവരുടെ ജനാസകളിൽ നാം പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നാം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, നാം ചെയ്യുന്ന ധിക്കാരങ്ങൾ, നാം ചെയ്യുന്ന ഹറാമായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ പ്രിയപ്പെട്ടവരെ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രം നമുക്ക് പ്രചോദനമാകണം. അദ്ദേഹം നബിയായിരുന്നു, അദ്ദേഹം റസൂലായിരുന്നു.
അള്ളാഹു തെരഞ്ഞെടുത്തതാണ് മൂസയെ. എന്നിട്ട് മൂസ പറയുന്നു, റബ്ബി ഇന്നി ളലംതു നഫ്സി, അള്ളാഹുവേ എന്നിൽ നിന്ന് പിഴവ് സംഭവിച്ചു, ഫഗ്ഫിർലി, എന്റെ പിഴവ് നീ എനിക്ക് മാപ്പാക്കി നൽകണം. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റൊരു നാട്ടിലേക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരങ്ങളിലൂടെ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത ഫിർഔനിന്റെ വക്കലെത്തി. ഫിർഔൻ തീരുമാനിക്കുന്നു മൂസയെ വകവരുത്തണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് മദിയനിന്റെ മണ്ണിലേക്ക് പോയി. ഏകദേശം 8 ദിവസത്തോളം യാത്ര ചെയ്ത് മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹുവേ എന്നെ അപായപ്പെടുത്താൻ, എന്നെ പ്രയാസപ്പെടുത്താൻ, എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒരു പറ്റം ആളുകൾ വരുന്നുണ്ട്. റബ്ബി നജ്ജിനി, അവരിൽ നിന്ന് അല്ലാഹുവേ ഭൗതികമായ സംവിധാനങ്ങൾ എന്റെ മുന്നിലില്ല, ഭൗതികമായ ഉപകരണങ്ങൾ എന്റെ മുന്നിലില്ല, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് മാത്രമാണ് സാധിക്കുക. അതുകൊണ്ട് ഈ ളാലിമീങ്ങളിൽ നിന്ന് റബ്ബേ എന്നെ നീ സംരക്ഷിക്കണമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന പ്രാർത്ഥന സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറഞ്ഞു തരുന്നു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം മദിയനിൽ എത്തിയപ്പോൾ, ഈ പറയപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് മദിയനിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വെള്ളമില്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിഭവങ്ങളില്ല. അദ്ദേഹം വീണ്ടും പറയുന്നു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ, അല്ലാഹുവേ നീ അവതരിപ്പിക്കുന്ന ഏതൊരു ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ്, നീ എനിക്ക് നൽകണമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി സൂറത്തുൽ ഖസസിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും പാപങ്ങൾ സംഭവിച്ചു പോയാൽ, കച്ചവടത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നാൽ, കച്ചവടം തകർന്ന് തെറിപ്പണമായാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നിങ്ങൾ ഭയക്കുന്നുവെങ്കിൽ, ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് കരങ്ങൾ നീട്ടാൻ, നിങ്ങൾക്ക് ദുആ ചെയ്യാൻ റഹ്മാനായ റബ്ബുണ്ട്. അവന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് റബ്ബേ എന്റെ പാപങ്ങൾ നീ മാഫാക്കി നൽകണം, എന്റെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു നൽകണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ, നിങ്ങളുടെ ദുആകൾക്ക് ഉത്തരം നൽകാൻ അല്ലാഹു ഉണ്ട് എന്ന് ഉറച്ച വിശ്വാസം പ്രിയപ്പെട്ടവരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വരമേൽപ്പിച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ അല്ലാഹുവിന്റെ റബ്ബ് എന്ന് പറയുന്ന മഹത്തായ നാമം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലും നാം മുറുകെ പിടിക്കാൻ തയ്യാറാകണം. അത്തരത്തിൽ നിങ്ങൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ വാക്കുകൾ പാലിക്കാൻ, അവന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചാൽ അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം തന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തി പോന്നു. ധാരാളം പ്രയാസങ്ങൾ നേരിട്ടു, ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ജനനം മുതൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നശിപ്പിക്കാൻ ഫിർഔനിന്റെ കിങ്കരന്മാർ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നടത്തി, പല പരിശ്രമങ്ങളും നടത്തി. അവർക്കതിന് സാധിച്ചില്ല. അവസാനം എന്ത് സംഭവിക്കുന്നു? അള്ളാഹുവിന്റെ നിർദ്ദേശം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്, നിന്നിൽ വിശ്വസിച്ച ആളുകളെയും കൂട്ടി ഈ നാട് വിട്ട് നീ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം. അങ്ങനെ ഒരു രാത്രിയിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങളെയും കൂട്ടി യാത്രയായി. ചരിത്രം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷെ അതിലുള്ള പാഠങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നതാണ് കാര്യം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെട്ടു. രാത്രിയിലാണ് പുറപ്പെട്ടത്. പകലായപ്പോൾ ഫിർഔനിന് വിവരം ലഭിച്ചു. ആ പ്രദേശത്ത് ഒരൊറ്റ മുസ്ലിമിനെയും കാണുന്നില്ല, എല്ലാവരും കടന്നു കളഞ്ഞിരിക്കുകയാണ്. ഫിർഔൻ പറഞ്ഞു, അവരെ വിട്ടേക്കാൻ പാടില്ല. ഫിർഔനിന്റെ കിങ്കരന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും അവർ തിരിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തേടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഉണ്ടായിരുന്ന ചെങ്കടൽ ലക്ഷ്യമാക്കിക്കൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പോയി. എവിടേക്ക് പോകണമെന്നറിയില്ല, എവിടേക്ക് തിരിയണമെന്നറിയില്ല. അള്ളാഹുവിന്റെ തീരുമാനമുണ്ട് പുറപ്പെടാൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെട്ടു. റബ്ബിന്റെ തീരുമാനം എന്താണെങ്കിലും അതിന്റെ അവസാനം എന്തായിരിക്കുമെന്നറിയാതെ അത് ഖൈറാണ് എന്ന വിശ്വാസത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൂടെ ഏതാനും മുസ്ലിമീങ്ങളെയും കൂട്ടി യാത്ര പോകുന്നു. കടലിന്റെ അരികിലെത്തിയപ്പോൾ പിന്നിലേക്ക് നോക്കുമ്പോഴതാ ഫിർഔനും അവന്റെ വലിയ സായുധ സേനയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടികൂടാൻ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളെ വകവരുത്താൻ. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് പറയുന്നത് പോലെ മുമ്പിൽ വളരെ വലിയ സമുദ്രം,
പിന്നിലാണെങ്കിൽ ഫിർഔനിന്റെ സൈന്യം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ളവർക്ക് പ്രയാസമുണ്ടായി. അവർ മനസ്സിൽ പറഞ്ഞു, ഇപ്പോൾ നാം പിടിക്കപ്പെട്ടേക്കാം. അവർ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഫലമ്മാ തറാ അൽ ജമഅൻ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ, ഇതാ നാം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. മുന്നിലാണെങ്കിൽ വലിയ സമുദ്രം, പിന്നിലാണെങ്കിൽ ഫിർഔനിന്റെ പട. ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കടലിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു മാർഗമില്ല. ഇന്നാ ലമുദ്റകൂൻ, നമ്മെ പിടികൂടുക തന്നെ ചെയ്യും, പിടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ളവർ പറഞ്ഞപ്പോൾ തവക്കുലിന്റെ വാക്ക് മഹാനായ മൂസ അലൈഹിസ്സലാം പറയുന്നു, ഖാല കല്ലാ, ഒരു കാരണവശാലും പിടിക്കപ്പെടുകയില്ല. എന്റെ റബ്ബാണ് എനിക്ക് ഈ നിർദ്ദേശം നൽകിയത്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്നു. ഫഔഹൈന, അല്ലാഹു ഇടപെട്ടു. അവൻ പറഞ്ഞു, ഫഔഹൈന ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹർ. മൂസ, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് നിന്റെ മുന്നിലുള്ള സമുദ്രത്തിലേക്ക് നീ അടിക്കുക. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സമുദ്രത്തിൽ അടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രം രേഖപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. സമുദ്രത്തിലുള്ള വെള്ളം പല ഭാഗങ്ങളിലേക്കും മലകൾ പോലെ ഉയർന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് സഞ്ചരിക്കാൻ വഴിയൊരുക്കി നൽകുന്നു. അല്ലാഹു പറയുന്നു, വഅസ്ലഫ്നാ സമ്മൽ ആഖരീൻ വഅൻജയ്നാ മൂസ വമൻ മഅഹു അജ്മഈൻ ثم أغرقنا الآخرين. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും അവരുടെ കൂടെയുള്ളവരും ആ വഴി കടന്നുപോയതിനു ശേഷം അള്ളാഹുവിന്റെ തീരുമാനം കടൽ പഴയ അവസ്ഥയിലാവുക. അള്ളാഹു പറയുന്നു, ثم أغرقنا الآخرين, ബാക്കിയുള്ള ആളുകളെ ആ വെള്ളത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കടലിൽ മുക്കി നശിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാത്ത ഒരു പ്രയാസവുമില്ല എന്ന തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാലും, നമ്മുടെ കൂടെ ആരുമില്ല എന്ന തോന്നൽ ഉണ്ടായാലും, എല്ലാവരും നമ്മെ കൈവിട്ടു, കച്ചവടങ്ങളൊക്കെ തകർന്നു പോവുകയാണ്, കയ്യിൽ സമ്പാദ്യമില്ല, കുടുംബത്തിന് തന്നെ വേണ്ട, എന്ത് ചിന്തകൾ തോന്നിയാലും നമുക്ക് കരങ്ങൾ ഉയർത്താൻ, നമുക്ക് ദുആ ചെയ്യാൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മുടെ വിഷമങ്ങൾ പറയാൻ, നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ, അത് ആഗ്രഹിച്ചു നിൽക്കുന്ന, അത് നമ്മോട് പറയുന്ന നമ്മുടെ റഹ്മാനായ റബ്ബുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അവനിലേക്ക് കരങ്ങൾ ഉയർത്തുക, അവനിലേക്ക് കാര്യങ്ങൾ പറയുക. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇസ്ലാമിന് നേരെ പലതരത്തിലുള്ള ഭീഷണികൾ വരികയാണ്. ഇസ്ലാമിന്റെ ആശയങ്ങളെ പരിഹസിച്ചുകൊണ്ട് പലരും ഇന്ന് രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ എന്ന് നാം കരുതി വിഷമിക്കേണ്ടതില്ല. എന്തൊക്കെ വന്നാലും അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു ഉയർത്തുമെന്ന വാഗ്ദാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ നമ്മുടെ കൈമുതലാക്കുക, ദുആ നാം മുറുകെ പിടിക്കുക. ഏത് ഘട്ടം വന്നാലും നമുക്ക് ദുആ ചെയ്യാൻ നമ്മുടെ റബ്ബുണ്ട് എന്ന അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആശുറാഇന്റെ നോമ്പ് അല്ലെങ്കിൽ മുഹറം 10 അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഒരു കർമ്മം നേരത്തെ നാം പറഞ്ഞതുപോലെ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ ആ ദിവസത്തിൽ വേദന പ്രകടിപ്പിക്കുകയും അവരുടെ ശരീരം കീറി മുറിക്കുകയും അവരുടെ ചെറിയ കുട്ടികളെ വരെ കത്തികൊണ്ട് അവരുടെ ശരീരങ്ങൾ വരച്ച് ആ കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് ചിന്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയകളിലും മറ്റും കാണുന്നുണ്ടാകും. ഇത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത അധ്യാപനങ്ങളാണ്. ഷിയാക്കൾ എന്നറിയപ്പെടുന്ന ഈ വിഭാഗം ഇറാനിലും മറ്റും ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നു. അവർ വാദിക്കുന്നത് എന്താണ്? ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഹിജറ 61-ാമത്തെ വർഷത്തിൽ ഒരു മുഹറം 10 അതുകൊണ്ട് ആ ദിവസത്തിൽ നാം ആ തരത്തിൽ വേദനകൾ പ്രകടിപ്പിക്കുകയാണ് എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വേദനാ പ്രകടനം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരിക്കലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനേക്കാളും ശ്രേഷ്ഠരായ പലരും, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ പല ആളുകളും ഇസ്ലാമിക ചരിത്രത്തിൽ ഷഹീദായിട്ടുണ്ട്. പല
അവസ്ഥകളിൽ ഷഹീദായിട്ടുണ്ട്. അവരുടെ മരണ ദിവസം നാം അത്തരത്തിൽ ഒരു കർമ്മം ചെയ്യാറില്ല. കാരണം അതിന് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ഷിയാക്കൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഈ പ്രവണതകൾ അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചിരിക്കുന്നത് അഹ്ലുസുന്നയാണ് എന്നാണ് അവരുടെ ആരോപണം. ചരിത്രം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി അഹ്ലുസുന്നക്ക് അതിൽ യാതൊരു ബന്ധവുമില്ല. അത് ചെയ്തയാളുകളെ ളാലിമീങ്ങൾ എന്ന് തന്നെയാണ് അഹ്ലുസുന്ന ഏത് കാലഘട്ടത്തിലും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷിയാക്കളുടെ ഈ പ്രവണതകൾ, ഷിയാക്കൾ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങൾ, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹമുണ്ടെന്ന് വാദിച്ച് അവർ കാണിക്കുന്ന ഈ കാര്യങ്ങളിൽ ഒരിക്കലും നാം ആരും വഞ്ചിതരാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ചില ആളുകളൊക്കെ ഇറാനിനെ വളരെയധികം പുകഴ്ത്തുകയും അവിടുത്തെ പിഴച്ചവനായ ഖാമിനിയെ വളരെയധികം പുകഴ്ത്തുകയും അവരുടെ സ്റ്റാറ്റസുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസങ്ങൾ നിങ്ങൾ പഠിക്കണം. എത്ര പിഴച്ച വിശ്വാസമാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. നമ്മെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് അവരുടെ വിശ്വാസം നാം പന്നികളാണ് എന്നുള്ളത് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അവര് പറയുന്നു അബൂബക്കർ നരകത്തിലാണ്, അവര് പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹു നരകത്തിലാണ്. സഹാബത്തിൽ നിന്ന് ചില അഭിപ്രായം അനുസരിച്ച് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർ പറയുന്നു 5 സഹാബികൾ ഒഴികെ മറ്റെല്ലാ സഹാബികളും കാഫിരീങ്ങളാണ്. മറ്റു ചിലർ പറയുന്നു 17 സഹാബികൾ ഒഴികെ ബാക്കി എല്ലാ സഹാബികളും കാഫിരീങ്ങളാണ്. അബൂബക്കറും ഉമറും കാഫിറാണ് എന്ന കാര്യത്തിൽ ഷിയാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അബൂബക്കറിനെ കാഫിറാക്കുന്ന, ഉമറിനെ കാഫിറാക്കുന്ന ഒരാളെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും? അതിനു പുറമെ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരിണിയാണെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഔദ്യോഗികമായ ആധികാരികമായ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ പറയുന്നു. ഇന്നും ഔദ്യോഗികമായി അവരുടെ ഫത്വകളിൽ നിങ്ങൾ നോക്കിയാൽ ആയിഷ റളിയല്ലാഹു അൻഹയെ രാപ്പകലില്ലാതെ ശപിച്ചുകൊണ്ടിരിക്കുന്ന, ഉമർ ഇബ്നുൽ ഖത്താബിനെ രാപ്പകലില്ലാതെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർഗം, പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുക? നാം പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ, അവരുടെ വിശ്വാസം എന്താണ്? ഈ ഖുർആനിൽ ന്യൂനതകളുണ്ട്. അവരുടെ വിശ്വാസം ഈ ഖുർആൻ പൂർണ്ണമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണ്? അവർ പറയുന്നു ധാരാളം മോശമായ വിശ്വാസങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ അവർ പറയുന്നു അല്ലാഹുവിന്റെ വിഷയത്തിൽ നമുക്കൊരു അഖീദയുണ്ട്. എന്താണ് അഖീദയുടെ പേര്? അൽ ബദാഉ അലല്ലാഹ്. അൽ ബദാ എന്താണ് അതിന്റെ അർത്ഥം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. വാട്സപ്പുകളിലും മറ്റും ഇസ്രായേലിനെതിരിൽ എന്തെങ്കിലും ഇവർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്താങ്ങുന്നവർ, പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസം അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ തീരുമാനിക്കും. പിന്നീട് അല്ലാഹുവിന് തോന്നും അത് മോശമായിരുന്നു എന്ന്. അല്ലാഹുവിനെ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച ശേഷമാണ് അല്ലാഹുവിന് അത്തരത്തിൽ തോന്നുക എന്ന പിഴച്ച വിശ്വാസങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ആളുകളാണ് ഷിയാക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരെ മുസ്ലിമീങ്ങളുടെ രക്ഷകരായി അവതരിപ്പിക്കുന്നത് ഒരിക്കലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. അവർ നമ്മുടെ നേതാക്കന്മാരെ സകലതും കാഫിരീങ്ങളായി പ്രഖ്യാപിക്കുന്നവരാണ്. ഇനി ചില ആളുകൾക്ക് വരുന്നൊരു സംശയമുണ്ട്. അവർ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തില്ലേ? രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നമുക്കറിയില്ല. പക്ഷേ അവർ അങ്ങനെ ചെയ്തു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഖൈബർ യുദ്ധത്തിൽ ഇതേപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. ഖൈബർ യുദ്ധം ജൂതന്മാരുമായി തന്നെ നടക്കുന്ന മറ്റൊരു യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാരുമായി യുദ്ധത്തിന് പോയപ്പോൾ മുസ്ലിമീങ്ങളുടെ സഫിൽ നിന്ന് ഒരാളതാ ജൂതന്മാർക്കെതിരിൽ അതിശക്തമായ യുദ്ധം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹുവ മിൻ അഹ്ലിൻ നാർ. കാഫിരീങ്ങൾക്കെതിരിൽ, ജൂതന്മാർക്കെതിരിൽ യുദ്ധം ചെയ്യുന്ന അവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അവൻ നരകാവകാശിയാണ്. ചരിത്രം വളരെ വലുതാണ്. അവസാനം ആ സംഭവത്തിന്റെ അവസാനത്തിൽ കാണാം ചില ആളുകൾ ആ വ്യക്തിയുടെ പിന്നാലെ കൂടിയപ്പോൾ ആ വ്യക്തി അതാ അവസാനം ആത്മഹത്യ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ചില സഹാബികൾ പറഞ്ഞു, പ്രവാചകരെ, ഇസ്ലാമിന് വേണ്ടി ഇത്രയും ശക്തമായ യുദ്ധം കാഴ്ചവെക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു അദ്ദേഹം നരകത്തിലാണ്. ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറഞ്ഞതെന്ന് കരുതി ഞങ്ങളിതാ അയാളുടെ പ്രവർത്തനങ്ങൾ പിന്തുടർന്നപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു, അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നില്ല എന്നുള്ളത്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് നൽകിയ അധ്യാപനം ഇന്നല്ലാഹ ല യുഅയ്യിദു ഹാദ ദീൻ വലൗ ബിർറജുലിൽ ഫാജിർ.
വൃത്തികെട്ട ആളുകളെ കൊണ്ടാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ ശക്തിപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷിയാക്കൾ ഇസ്ലാമിന് എന്തെങ്കിലും ഒരു ഖൈർ ചെയ്തു എന്ന് സങ്കല്പിച്ചാൽ തന്നെ വൃത്തികെട്ട ആളെ കൊണ്ട് അല്ലാഹു ദീനിനെ സഹായിച്ചു എന്നല്ലാതെ അതിനപ്പുറം ഒരു വാക്ക് അതിനെ കൊണ്ട് നമുക്ക് പറയാനില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനും സിറിയയിലും മറ്റുമൊക്കെ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനല്ലാതെ അവർ ഇന്നേ വരെ ഒരു നന്മയും മുസ്ലിം ഉമ്മത്തിന് ചെയ്തിട്ടില്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. അബൂബക്കറിനെയും ഉമറിനെയും ശപിക്കുന്ന ഒരാളുമായി നമുക്കൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അവരുമായി ഒരു ബന്ധവും നമുക്കുണ്ടായിക്കൂടാ. അവരെത്രയൊക്കെ ഏതൊക്കെ ഹീറോ പരിവേഷങ്ങൾ കിട്ടിയാലും പ്രിയപ്പെട്ടവരെ, അവരെ വെറുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. കൂടുതൽ അവരെ കുറിച്ച് പഠിക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഇസ്സത്ത് തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ സന്തോഷത്തോടെ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداء الدين اللهم عليك باعداء الاسلام فانهم لا يعجزونك اللهم عليك باليهود الغاصبين اللهم عليك باليهود الغاصبين اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين.